ഓ മതി നിർത്ത് ആർത്തി പണ്ടാരം. ആ വക്കീലെങ്ങാനും വന്ന് കണ്ട ഇന്നേ വരെ ഫുഡ് കണ്ടിട്ടില്ല എന്നല്ലേ വിചാരിക്കൂ. ഞാൻ ആലോചിച്ച് തന്നില്ല, ലക്ഷ്മിക്കുട്ടി വന്നാലും നമുക്ക് ഉടനെ അങ്ങ് പോകണ്ട. ഒരു 10 ദിവസം കൂടെ ഇവിടെ നിന്ന് സുഖത്ത് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ എന്തിന് 10 ദിവസമാക്കുന്നു? ഒരു 10 മാസം കഴിഞ്ഞ് ലക്ഷ്മിക്കുട്ടിയുടെ പേരും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. കിട്ടിപ്പോയാലെയാ 3.5 കോടിയുടെ കണക്ക് ശരിയായത് ഇപ്പഴാ. 50 ലക്ഷം എനിക്ക്, 50 ലക്ഷം രാജപ്പൻ, പിന്നെയുണ്ട് 2.5. രേവതിയുടെ കല്യാണം നടത്താൻ ഒരു 10. പിന്നെ നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ സ്വർണം കൊണ്ടൊരു നാസരം വാങ്ങിച്ചിരുന്നു ഊതാം. വക്കീൽ വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാ പേപ്പേഴ്സും റെഡി ആയിട്ടുണ്ട്. ദാ വിൽ പത്രത്തിന്റെ കോപ്പി. ഓഹോ, ഇത് ലക്ഷ്മിക്കുട്ടിയെ ഏറ്റെടുത്തായിട്ടുള്ള സമ്മതപത്രം. ആദ്യം ഇതിലൊരു ഒപ്പിടണം. പിന്നെ ഒരു കാര്യം, ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്വവും ഇനി വിഷ്ണുനാരായണൻ മാത്രമായിരിക്കും. അവളെ ഉപേക്ഷിക്കോ പീഡിപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ വന്നാൽ എനിക്ക് നിയമപരമായി വിഷ്ണുവിനെതിരെ നീങ്ങേണ്ടി വരും. അയ്യോ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്കിനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ലക്ഷ്മിക്കുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇനിയുള്ളത് പണത്തിന്റെ കാര്യം. എല്ലാം ഡ്രാഫ്റ്റ് ആയിട്ടാ വെച്ചിട്ടുള്ളത്. ഇതൊരു 50 ലക്ഷത്തിന്റെ ഈ റോഡിലുള്ള ഷൺമുഖം ചെട്ടിയാർക്ക് കൊടുക്കാനുള്ളതോ? അതെ. ആർക്കെങ്കിലും ഒരു പൈസയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാതെ ഉറക്കം വരില്ല പൊന്ന സാറിന്. അതായിരുന്നു പ്രകൃതം. ഇപ്പതാ സർക്കസ് കമ്പനി പൊളിഞ്ഞിട്ടും അവസാനത്തെ ഉറക്കത്തിന് മുമ്പ് എല്ലാം തീർത്തു വെച്ചിട്ടല്ലേ പോയത്. പിന്നെ ഒരു 65 ലക്ഷം തേലത്തെ മരുന്ന് നായകത്തിന് കൊടുക്കാൻ. അപ്പൊ ഈ 3.5 കോടിയും കടം തീർക്കാനുള്ളതാണോ? അല്ലെന്നേ, ഒരു 10,000 രൂപ വിഷ്ണുനാരായണന്റെ പേർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ അതിന്റെ ചെക്ക്. കൊടുത്തു തീർക്കാനുള്ള പണം മുഴുവൻ ഡ്രാഫ്റ്റ് ആയിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഞാൻ തന്നെ ഇത് കൈകാര്യം ചെയ്തോളാം. എന്നാലും വിൽപത്ര പ്രകാരം വിഷ്ണുവിനെ ബോധിപ്പിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. ഞാനൊന്ന് താഴോട്ട് ചെല്ലട്ടെ. ലക്ഷ്മിക്കുട്ടി ഇപ്പൊ എത്തും. പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. അവള് വന്നാൽ റിസപ്ഷനിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാം. എന്നാലും അളിയാ, ഇതൊരു കൊടും ചതിവായി പോയി. ഒരു മരുമകൻ എഴുതി വെച്ചിരിക്കുന്ന ഇഷ്ടദാനം കണ്ടില്ലേ? 10,000 കുലുവ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. എല്ലാം തകർത്ത് കളഞ്ഞല്ലോ അളിയാ. തകർന്നത് നമ്മളല്ലേടാ രാജപ്പ. അളിയൻ രക്ഷപ്പെട്ടില്ലേ? പണമായിട്ട് 10,000 ഉള്ളെങ്കിലും ലക്ഷ്മിക്കുട്ടിയെ കിട്ടിയില്ലേ? അവളുടെ പേരിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും കരുതി വെക്കാതെ അമ്മാവൻ ചാവോ? അത് ശരിയാണല്ലോ. പിന്നെ കയ്യിലും കഴുത്തിലും എല്ലാം കൂടെ ഒരു 10-100 പവൻ വേറെ കാണും. അളിയാ, ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ അളിയാ ഞങ്ങളും. അവളുടെ കയ്യിൽ നിന്നൊരു വളയെങ്കിലും ഞങ്ങൾക്ക് ഊരി തരണേ. എവിടെങ്കിലും പഴയ തകിലും നാദസ്വരമെങ്കിലും കിട്ടുമോന്ന് നോക്കാമല്ലോ. ഹലോ, വന്നോ? ഇതാ ഇപ്പൊ വരാം. അളിയാ, ലക്ഷ്മിക്കുട്ടി എത്തിയെന്ന്. താഴെ ഉണ്ടെന്ന്. കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമസ്കാരം. ഇനി ഇവിടെ ഇരിക്കണ്ട, മേളിൽ AC മുറിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ആൾ അവിടെ ഉണ്ട്. ലക്ഷ്മിക്കുട്ടി അല്ല. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ലക്ഷ്മിക്കുട്ടി എത്തി. അയ്യോ, എന്തൊരു തൊന്തരവ്, ഇതെന്തൊരു തൊന്തരവ്. പൊന്നൻ സാറിന് ജീവനായിരുന്നു ഇവളെ. ഇനിയിപ്പൊ വിഷ്ണു ആണ് ഇവളുടെ എല്ലാം. ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഒരു കത്ത് കൂടി വിഷ്ണുവിന് തരാൻ വേണ്ടി അമ്മാവൻ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട വിഷ്ണുക്കുട്ടന് ലക്ഷ്മിക്കുട്ടി മദ്യപിക്കാതെ സൂക്ഷിക്കണം. സ്വന്തം പൊന്നമ്മാവൻ.
എന്റെ പൊന്നു ലക്ഷ്മിക്കുട്ടി, നിന്റെ ഈ ആനക്കാലി ഞാൻ പിടിക്കാം. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന ഒരുത്തനാണ് ഞാൻ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ച നിന്നെ തീറ്റി പോറ്റാൻ കഴിയില്ല. ചില്ലറ തീറ്റയാണോ നീ തിന്നുന്നത്? വല്ല തേക്കടിയിലോ മുതുമല കാട്ടിലോ നിലമ്പൂരോ ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കാം. ചെന്ന് കണ്ടു പഠിക്ക് ഓരോ ആനകൾ എങ്ങനെയാണ് അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നതെന്ന്. നീ കാരണം ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ജീവിതത്തിൽ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലാത്ത ഞാൻ ഇപ്പൊ നീ കാരണം അതും ഉണ്ടായി. വേണ്ട വേണ്ട വേണ്ട, നിന്റെ കൊഞ്ചലൊന്നും എനിക്ക് കേൾക്കണ്ട. എന്തെല്ലാം മധുര സ്വപ്നങ്ങളായിരുന്നു. 3.5 കോടി മുറപ്പെണ്ണും ശാപം ഇടറിയോടത്. കഷ്ടകാലത്തിന് ആ വക്കീൽ എഴുതി ഒപ്പിട്ടും കൊടുത്തുപോയി. ജീവിതകാലം മുഴുവൻ പോറ്റിക്കോളാന്ന്. എന്റെ പൊന്നു ലക്ഷ്മിക്കുട്ടി, നമുക്കൊരു കോംപ്രമൈസിലെത്താം. നമുക്കിതേ ഇവിടെ വെച്ചങ്ങോട്ട് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഭാഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് കണ്ടുമുട്ടാം സഹോദരി. ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു കൊമ്പനെ കാണുകയാണെങ്കിൽ അവന്റെ കൂടെ ഒളിച്ചോടിക്കോ. നിനക്കൊരു ജീവിതമായി. എന്താ സമ്മതിച്ചാ? ഇല്ലേ? ആ എങ്കിൽ നിന്നെ കാണിച്ചു തരടി. ഓ വിഷ്ണു, നിർത്തടോ. ഭൈരവ, കൊടുകൈ അറിഞ്ഞടാ, എല്ലാം ഞാൻ അറിഞ്ഞു. നീ ഭാഗ്യവാനാ. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. നീ എന്തറിഞ്ഞു? ഇരുന്ന ഇരിപ്പിലല്ലേ 3.5 കോടി ഒരു കിളിന്ത് പെങ്കൊച്ചും കയ്യിൽ വന്നത്. ഇനിയിപ്പൊ തിരുവാഭരണം തിരിച്ചെടുക്കാൻ എന്താ പാട്? എന്തിനു തിരുവാഭരണം മാത്രമായിട്ടാക്കണോ? ഒരു ക്ഷേത്രം തന്നെ പണിത് കൊടുത്താലോ എന്ന് ആലോചിക്കാൻ ഞാൻ. ഏയ് അത്രയ്ക്ക് വേണ്ട. അതിരിക്കട്ടെ. എവിടെ നിന്റെ ലക്ഷ്മിക്കുട്ടി? അവളെവിടെ? കാണാൻ എങ്ങനെ സുന്ദരിയാണോ? നിനക്ക് ചേരുവോ? എന്നേക്കാ കൂടുതൽ ചേരുന്നത് നിനക്കാ. ആ നിന്റെ ഈ താടി പോലെ തന്നെ അവളുടെ മുടിയും. ഭൈരവാ, സത്യം ഞാനൊന്ന് തീരുമാനിച്ചടാ. എനിക്ക് 3.5 കോടി മതി. ലക്ഷ്മിക്കുട്ടിയെ നീ എടുത്തോ. എവിടെ കക്ഷി? ആ ആലിന്റെ പുറകെ എന്നോട് പിണങ്ങിപ്പോയി നിൽക്കുക. കരയില്ലേ വിഷ്ണു, കരയില്ലേ. അതിനിടക്ക് പിണക്കമായോ? ഈ പെമ്പിള്ളാരെ സ്വഭാവം എങ്ങനെയാ? പിണക്കം മാറ്റി തരാം. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ലക്ഷ്മിക്കുട്ടി, ഭൈരവ, എന്താടാ? അവിടെ രാജ. അതാടാ ലക്ഷ്മിക്കുട്ടി. പഴത്തിന് എന്താ വില? കിലോ 16 രൂപ. 1 കിലോ എടുക്കട്ടെ? 2 കിലോ. 2 രണ്ടെണ്ണം. എത്രയായി? 18 രൂപ. അപ്പൊ 2 പഴം കൂടെ. ഇതോടെ എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു കേട്ടോ. എന്റെ കയ്യിലും തീർന്നു കേട്ടോ. അപ്പൊ Cheers. ദാ, 20 ഉലുവേ. പിന്നെ 152 രൂപയായി. 4 പഴത്തിന് 2 കോളയ്ക്കും കൂടി 152 ഉലുവയോ? 1 കൊല പഴം, 2 കോള, ഒരു മനോരമ, ഒരു മംഗളം. ഒരു മനോരമ, ഒരു മംഗലോ? നിങ്ങളുടെ ആന തിന്ന്. അതിന് ആനക്ക് ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് ആനയോട് പറ. മര്യാദ കാശ് തന്നിട്ട് പോടോ. വരട്ടല്ലേ. ആന എന്ന കാശേ ആനയോട് പോയി ചോദിക്കുക. ഈ ആനയും ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് ഞങ്ങളുടെ ആനയല്ല. ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ല. അത് ശരി. കണ്ട കാര്യം പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി. ഡീസന്റ്. ശങ്കര, പ്രദീപ, വിഷ്ണു, ഭൈരവൻ, ഓടി വേടാ. എന്ത് പറ്റി? ആന കൊണ്ട് ആളെ പറ്റി നടക്കാം. തിന്നതിന്റെ 152 രൂപ തന്നെ അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോയി പൈസ എടുത്തോണ്ടിരും. അതുവരെ ഇവനെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരും. അതുവരെ ഇവനെ ഇവിടെ നിൽക്കട്ടെ. വഴി ഞാൻ പറഞ്ഞു തരാം. ആന തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ 2 പേര് പോയി പൈസ എടുത്തോണ്ട് വാ. ഞങ്ങളൊരു കൂടപ്പറപ്പിനെ പോലെ കൊണ്ട് നടക്കുന്നവളാ ഇവള്. ഞങ്ങള് വേഗം പോയി പൈസ എടുത്തോണ്ടിരാം. അതുവരെ ചേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തോളൂ കേട്ടോ. ഒരുപാട് ഓവർ ആവല്ലേ കേട്ടോ ഭൈരവ. മോളെ, ഒരു മനോരമയും കൂടെ തിന്നോ. ഞങ്ങൾ പോയിട്ട് വേഗം വരായേ. ഭൈരവ വിട്ടോളാം.
നിക്കടാ, എന്നെ കൊണ്ട് ഇനി ഓടാൻ വയ്യ. നിനക്കോടാൻ വയ്യെങ്കിൽ ഞാൻ നിന്നിട്ട് എന്ത് കാര്യം? നിക്കടാ അവിടെ. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഇന്നാകെ കൂടി കഴിച്ചിരിക്കുന്ന 2 ഉണക്ക പഴമാണ്. ഇത് കേട്ടാത്തൊന്നും ഞാൻ 2 കൊല തിന്നെന്ന്. എന്തൊക്കെയായാലും എന്താ, ആ മാരണം തലേന്ന് ഒഴിഞ്ഞു പോയില്ലേ. ഇനി എന്നെ കൊണ്ട് ഒരു അടി പോലും മുന്നോട്ട് കടക്കാൻ വയ്യ. എങ്കിൽ പുറകോട്ട് നടക്കാം, വാ. എന്റെ ഈശ്വര, എവിടെന്നെങ്കിലും ഒരു ഓട്ടോറിക്ഷ പറന്ന് വന്ന് നമ്മളെ പൊക്കി എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ. അത് കണ്ട ഈ പണ്ടാരത്തിന് എങ്ങനെയാലും കൊണ്ടുപോ. തൊന്തരവായല്ലോ ഇത്. തൊന്തരവ് തൊന്തരവ്